ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ക്യാരറ്റ് തോരൻ എടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഉഴുന്ന് അതിലൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, 3 പച്ചമുളക് നടുകെ കീറിയത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത്, ഇത്രയാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എരിവ് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവ് കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പൊടിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ 3 ക്യാരറ്റ് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാലയായിട്ട് ക്യാരറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പത്തിനേക്കാളും കുറച്ച് കുറവ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മൂടി വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ആയി. നമുക്ക് ക്യാരറ്റിലെ വെള്ളമൊക്കെ വച്ചോ നോക്കാം. ഒരു ലേശം കൂടി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല, ക്യാരറ്റ് ആണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ക്യാരറ്റിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി ക്യാരറ്റുമായിട്ട് നമ്മുടെ നാളികേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.